Hello guys, welcome to South Tales. We are in Dubai. ഞങ്ങൾ ദുബായ് എത്തിയതിൻ്റെ പുറകെയുള്ള കഥകളും കഷ്ടപ്പാടുകളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി പറഞ്ഞിട്ടില്ല എങ്കിൽ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? Go and watch the shots I have uploaded. Also, I have attached the link here. അങ്ങനെ നീണ്ട പോരാട്ടത്തിന് ശേഷം ഞങ്ങൾ ഷാർജ എയർപോർട്ടിലെത്തി. ഇമിഗ്രേഷൻ കഴിഞ്ഞു, ബാഗ് എടുത്തു. ഇനി ഞങ്ങൾ പുറത്തോട്ട് പോവുക. രാവിലെ അവിടെ വെയിറ്റിംഗ് ആണ്. ബാക്കി പുറത്തെത്തിയിട്ട് കാണിക്കാം. വെൽക്കം ടു മൈ ദുബായ് വ്ലോഗ്. ഇന്ന് ഞങ്ങളുടെ ഡേ 2 ഇൻ ദുബായ് ആണ്. ഡേ 2 കാണിക്കുന്ന മുന്നേ ഇന്നലെ ഞങ്ങൾ എവിടെയാണ് പോയേ എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ദുബായ് മോളിലോട്ടാണ് പോകുന്നത്. ദുബായ് മോളിൽ പോയിട്ട് ബുർജ് ഖലീഫയിൽ ഫൗണ്ടൻ ഷോ കാണാൻ വേണ്ടി പോവുകയാണ്. ഞാനിപ്പോൾ ബുർജ് ഖലീഫിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ലെറ്റ് മീ ഷോ യു ദ വ്യൂ. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും ഓൾറെഡി ഒരു ഫൗണ്ടൻ ഷോ നടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ തിരക്ക് കാണുന്നത്. ഈ ഫൗണ്ടൻ ഷോ 30 മിനിറ്റ്സ് ഗ്യാപ്പ് വിട്ടുണ്ട്. സോ ഒരെണ്ണം മിസ്സായാലും നമുക്കൊരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ നമുക്ക് അടുത്തത് കാണാൻ പറ്റും. അതിൻ്റെ ചുറ്റും തന്നെ ഒരുപാട് കഫേസൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റാർബക്സ്, ടിം ഹോട്ടൽസ്, അങ്ങനെ കുറേ ഉണ്ട്. സോ ഞങ്ങൾ അവിടെ പോയി ഒരു കോഫിയൊക്കെ കുടിച്ചപ്പോഴത്തേക്കും അടുത്ത ഫൗണ്ടൻ ഷോൻ്റെ സമയമായി. അടിപൊളി ഫൗണ്ടൻ ഷോ ആയിരുന്നു. ആ മ്യൂസിക് കൂടി വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു കാണാൻ. നല്ല ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. സോ ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇന്നിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. സോ സീ യു ആൾ ടുമോറോ. ഞങ്ങളിപ്പോൾ അബുദാബിയിലെ ലിവ ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ വരുന്ന വഴി കുറച്ച് പിറ്റ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് പിറ്റ് സ്റ്റോപ്പ് കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങൾ വരുന്ന വഴി ഉണ്ടായിരുന്ന ലാസ്റ്റ് എക്സിറ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ സിമ്പിൾ ടേംസ് ലാസ്റ്റ് ചാൻസ് ടു സ്റ്റോപ്പ് ബിഫോർ എ ലോങ് ഡ്രൈവ് എന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് കഴിക്കാം, ഫ്യൂവലപ്പ് ചെയ്യാം, റെസ്റ്റോറൻറ്റ് യൂസ് ചെയ്യാം, അങ്ങനെ പലതും. പക്ഷേ ഈ ഒരു ലാസ്റ്റ് എക്സിറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. എവറിത്തിങ് വാസ് ഓട്ടോമൊബൈൽ തീം, ഈവൻ വാഷ്റൂം. Now let's go and check out what is this Liva Fest. ലിവ ഫെസ്റ്റ് ഒരു ബിഗ് ആനുവൽ ഡെസേർട്ട് ഫെസ്റ്റിവലാണ് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തുന്ന വഴി ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഡെസേർട്ടിൻ്റെ ഇടയിലൂടെ ഒരു ഹൈവേ റോഡ്, ഒരു പിക്ചർ പെർഫെക്റ്റ് ഹൈവേ ആയിരുന്നു. ലിവ ഫെസ്റ്റ് എന്ന് പറയുമ്പം മോട്ടോർ സ്പോർട്സിൻ്റെ ഫെസ്റ്റ് എന്ന് പറയാം. ബട്ട് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ്, കൾച്ചർ, എൻ്റർടൈൻമെൻറ്റ്, ഫാമിലി ആക്ടിവിറ്റീസ് ഇൻ ദ ഡെസേർട്ട്.
കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം തപ്പുവാണ്. ഈ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അപ്പം ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് വരേണ്ടത്. ഇവിടെ കുറേ ഫുഡ് ട്രക്സ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അത് കുഴിയാ. അടിപൊളിയാണോ? കൊള്ളാവോ? അത്രേ ഉള്ളൂ കേട്ടോ, കൊള്ളാം. അപ്പുറത്തെ സൈഡിൽ റെസ്ലിങ്ങിൻ്റെ കോമ്പറ്റീഷൻ നോക്കുകയാണ് കേട്ടോ. ഞാൻ ജീവിതത്തിൽ ഇതുവരെ നേരിട്ടൊരു റെസ്ലിംഗ് കോമ്പറ്റീഷൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ആ ഡ്യൂൺ ബാഷിങ്ങും ഡ്യൂൺ ഡ്രിഫ്റ്റിങ്ങിനെക്കാട്ടിലൊക്കെ എനിക്ക് ഇതാണ് അന്നത്തെ ഇവൻ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. വേറൊരു സൈഡിൽ ലിവ ഫെസ്റ്റിൻ്റെ മാർക്കറ്റ് നടക്കുമായിരുന്നു. അപ്പം ഞാൻ കരുതി നമ്മുടെ നാട്ടിലെ ഫ്രീ മാർക്കറ്റോ അല്ലെങ്കിൽ ഫെസ്റ്റ് എന്തെങ്കിലും നടക്കുമ്പോഴത്തേക്കും കുപ്പിവലയും മാലയും കമ്മലും ഒക്കെ ആയിരിക്കുമല്ലോ. ആ എക്സ്പെക്റ്റേഷനിലായിരുന്നു ഞാൻ പോയത്. പക്ഷേ അവിടെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസിക് എസെൻഷ്യൽസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ടെൻറ്റും ചെയറും പിന്നെ ഗ്യാസ് സ്റ്റൗവും ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ആ വഴി വെറുതെ നടന്നിട്ട് പുറത്തോട്ടിറങ്ങി. ഞാനങ്ങനെ തിരിച്ച് വീട്ടിലോട്ടെത്തി. ഒരു 3.5 hours ഡ്രൈവായിരുന്നു. നല്ലോണം ടയേർഡായി. ഈ ഫെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് തോന്നുന്നു ഈ വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു പരിപാടിയാണിത്. ഞങ്ങൾക്കിവിടെ ഒരു 4 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. സോ എനിക്കൊന്ന് ഞങ്ങളൊരു 12 o'clock ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ 5:36 ഒക്കെ ആയി. പോകുന്ന റോഡൊക്കെ കാണാൻ അടിപൊളിയാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. പോകുന്ന റോഡൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. പക്ഷെ അത്രയും ട്രാവൽ ഉള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി. ബാക്കിയുള്ളവരുടെ റിവ്യൂ ഞാൻ നാളെ എടുക്കാം, ബിക്കോസ് അവരും കൂടെ ടയർഡാണ്. സോ അവരുടെ റിവ്യൂസ് കൂടെ ഞാൻ നാളെ പറയാം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ടാറ്റാ. നമ്മളിപ്പോൾ അൽകുദ്രയിലോട്ട് പോകാൻ പോവാണ്. അതിന് മുന്നേ നമ്മൾ ഇന്നലത്തെ റിവ്യൂ ചോദിക്കാം. ക്രിസ്മസ് ഗിഫ്റ്റ് പറ. ഇന്നലെ പോയ സ്ഥലം ഉണ്ടായിരുന്നു ലിവ ഫെസ്റ്റിവൽ. അടിപൊളിയായിരുന്നു. ഔട്ട് ഓഫ് 10 എത്ര മാത്രം റേറ്റ്? 10 ഒരു 10. ഓക്കെ, പറയൂ റിവ്യൂ. ഡെസേർട്ട് എക്സ്പീരിയൻസ്, അതായത് പോകുന്ന റോഡ് എല്ലാം അടിപൊളിയായിരുന്നു. ഞാനൊരു മോട്ടോർ എന്തൂസിയാസ്റ്റ് അല്ലാത്തത് കൊണ്ട് 7. ഡിസ്റ്റൻസ് കുറച്ച് കുറവായിരുന്നു. നമ്മൾ കുറച്ചും കൂടി എൻജോയ് ചെയ്തു. എവിടെ? അയ്യോ, ബില്ലിനാണല്ലോ. ഇന്നലെ നമ്മൾ പോയതിന്റെ ഒരു സ്ഥലം 4 മണിക്കൂർ യാത്ര ചെയ്ത്, അതെങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര കുറച്ച് ഹെക്ടിക് ആയിരുന്നാലും ചെന്ന സ്ഥലം അടിപൊളിയായിരുന്നു. നമ്മള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഫയർ വർക്സ് രക്ഷയില്ല, അടിപൊളി. പിന്നെ തിരിച്ചു വന്നപ്പോ ചിലരൊക്കെ ഉറങ്ങിയെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്തു. ചിലര് ഡിക്കിലായതുകൊണ്ട് കുഴപ്പമില്ല, സുമന ഡിക്കി കിടന്നത്. മറ്റേ വീഡിയോയുടെ ബാക്കിൽ ഞാൻ ബിച്ചെന്ന് പറയാനുണ്ട് കേട്ടോ, അത് കട്ട് ചെയ്യാൻ പറ്റുമോ? അതാണ് ഇടയിൽ വന്ന് കൈ കാണിച്ചത്. അല്ല, പറഞ്ഞോ. This is Ambani and this is Nita Ambani. Okay. This is I don't know. എക്സ്പീരിയൻസ് പറയൂ. നേരത്തെ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. പക്ഷെ ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, പോകുമ്പം ഭാര്യമാരെ വീട്ടിൽ ഇരുത്തിട്ട് പോണമായിരുന്നു. വലിക്കി പസിക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാല് നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞത് ശരിക്കും കൂടുതലും വണ്ടി അല്ലെങ്കിൽ കാർ എൻതൂസിയാസ്റ്റിന് ഉള്ള പരിപാടിയായിരുന്നു. ഫുഡ് എന്തൂസിയാസ്റ്റിനും നല്ല പരിപാടിയാണ്. കാരണം ഞാൻ ഇന്നലെ ഫുൾ ടൈം ഫുഡ് കഴിച്ച് നടക്കുകയായിരുന്നു. എപ്പോഴാണ് ഫുഡ് കഴിക്കാതെ നടക്കുന്നത്? ഇയാൾ എന്നെ പട്ടിണിക്ക് ഇടുമ്പോ. ബാക്കി നമുക്ക് അൽകുദ്രയിൽ വെച്ച് കാണാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ പോകുന്നത് ലവ് ലേക്കിലാണ്. ഇന്നലത്തെ പോലെ തന്നെ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗി, അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം.
നമ്മളിപ്പോൾ ലവിലേക്ക് എത്താറായി. ഇനി ഒരു 9 മിനിറ്റും കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഗൂഗിൾ മാപ്പിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു ഹാർട്ട് ഷേപ്പ് സ്ട്രക്ചർ. ലവിലേക്കാണത്. അതിൻ്റെ പേര് റെസംബിൾ ചെയ്യുന്ന പോലെ ഒരു ഹാർട്ടിൻ്റെ ഡിസൈനിലാണ് അവർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പോയത് സൺസെറ്റ് സമയം കൂടി ആയതുകൊണ്ട് ക്രൗഡ് കുറച്ച് കൂടുതലായിരുന്നു. പക്ഷെ എന്നാലും പ്ലേസ് ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിരുന്നു. ലവ് ലേക്കിൻ്റെ ആർട്ട് ഷേപ്പ് നമുക്ക് അവിടെ നിൽക്കുമ്പം ഏരിയൽ വ്യൂവിൽ കാണാൻ പറ്റില്ല. സാറ്റലൈറ്റ് വ്യൂവിലാണെന്ന് തോന്നുന്നു ആ ഷേപ്പ് ക്ലിയർലി കൂടുതൽ കാണുന്നത്. ഇവിടെ ആൾക്കാർ ക്യാമ്പിങ്ങും പിക്നിക്കും ഒക്കെ ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. ക്യാമ്പിംഗ് ബേസിക്സ് മാത്രം നമ്മൾ കൊണ്ടുവന്നാൽ മതി. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണെന്ന് തോന്നുന്നു. ലവ് ലേക്കിൽ ഏതെങ്കിലും സ്പോട്ട് നമുക്ക് ചൂസ് ചെയ്തിട്ട് ടെൻറ്റ് ടെസ്റ്റ് ചെയ്യാം. ഓർ 1 ഡേ പിക്നിക് പോലെയും വരാം. ഇവിടെ കഫേ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കഫേയിലോട്ട് പോവുക. ഇവിടെ ക്യാമ്പിങ്ങും എല്ലാം ഉണ്ട്. സോ ആൾക്കാർ ഇവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് പോവാറ്. ആൻഡ് ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ കഫേ. നമ്മൾ അവിടെ ചായ കുടിക്കാനാണ് പോയെങ്കിലും പക്ഷെ അവിടെ പോയപ്പോൾ കുറേ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് മേടിച്ചു. എനിക്ക് വീഡിയോയിൽ കിട്ടി. ഒന്ന് കൊടുക്കൂ പ്ലീസ്. അവിടെ ബേസിക് ക്യാമ്പിങ് എസെൻഷ്യൽസും സെല് ചെയ്യും കേട്ടോ. ലൈക്ക് ടെൻസ്, ചെയർ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നിട്ടാണ് ക്യാമ്പ് ചെയ്യാൻ തോന്നുകയാണെങ്കിലും കുഴപ്പമില്ല, അവിടെ പോയി മേടിച്ചാൽ മതി. പക്ഷെ പ്രൈസ് കുറച്ച് ഹൈ ആയിരിക്കും ബിക്കോസ് സിൻസ് ഇറ്റ്സ് ഇൻ ദ മെയിൻ സ്പോട്ട്. ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ലവ് ലേക്കിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലോട്ടാണ്. ഗ്ലോബൽ വില്ലേജിൽ പോയി ബാക്കി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഗൈസ് ഞങ്ങൾ അങ്ങനെ ഗ്ലോബൽ വില്ലേജിലെത്തി. ഞാൻ ഇത് തൊട്ട് മോസ്റ്റ് പ്രോബബ്ലി അടുത്ത പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മുടെ അവസ്ഥയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതെല്ലാം എന്താ പഠിച്ചേ? എങ്ങനെയായിരിക്കണം? ഇതെന്തായാലും എടുത്തോട്ടാ. ബോട്ടും വേണ്ട, അമ്മയെ വിളിച്ചു നോക്കിക്കോണേ. അടുത്ത 10 മിനിറ്റ് എടാ ഞാൻ ഫ്രണ്ട് വരാം. കാര്യം പറയട്ടെ, ഉറക്കത്തെ എവിടെയാണ്? ദുബായ്. ദുബായ്. ദുബായത്തെ എല്ലാ വീട്ടിൽ വരുന്നുണ്ട്. ഗൈസ് നമ്മൾ എവിടെയാണ്? Bye.